أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 915 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 100-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 100-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 111 ആയത്തുകളാണ് ഈ സൂറത്തിൽ ആകെയുള്ളത്. അതിന്റെ ഗണ്യമായൊരു ഭാഗം നമ്മൾ പഠനം പൂർത്തിയാക്കുകയുണ്ടായി. ഈ 100-ാമത്തെ ആയത്തില് അല്ലാഹു മനുഷ്യപ്രകൃതത്തിന്റെ ഒരു വശം, ഒരു പ്രത്യേകമായ ആസ്പെക്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണവുമായിട്ട് അതിനോടുള്ള മക്കയിലെ ആളുകളുടെ പ്രതികരണവുമായിട്ട് അതിന് ഒരു ബന്ധവും കാണാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ അത് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു വിഷയമായിട്ട് തോന്നാമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യവുമായിട്ട് ആ ആയത്തിന്റെ ആശയത്തിന്, അതിന്റെ ഉള്ളടക്കത്തിന് നല്ലൊരു ബന്ധമുണ്ട് എന്നത് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും. അവര് നിഷേധിച്ചു കൊണ്ടിരുന്നത് മനുഷ്യനെ അവര് മരിച്ച് എല്ലും മണ്ണുമായി കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ സൃഷ്ടിയായിട്ട് പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന കാര്യത്തെയാണ്. ആ വിധത്തിൽ അല്ലാഹു മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കും എന്ന്, അതിനെ തുടർന്ന് വിചാരണയും തുടർ നടപടികളും ഒക്കെ ഉണ്ടാകും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആദർശത്തിന്റെയും ആ വിശ്വാസ സംഹിതയുടെയും ഒക്കെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതില് അവിശ്വാസം കാണിച്ചുകൊണ്ടാണ് അവര് പ്രതികരിക്കുകയുണ്ടായത്. അപ്പൊ അല്ലാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്, ഈ ആളുകള് ഭൂമുഖത്ത് അവരുടെ ജീവിത കാലത്ത് അവരുടെ കാഴ്ചയെയും സംസാര വൈഭവത്തെയും കേൾവിയെയും ഒന്നും പ്രയോജനം ചെയ്യാതെ അന്ധരും ബധിരരും മൂകരുമായിട്ട് കഴിഞ്ഞിരുന്ന ഒരവസ്ഥയാണ്. അതിനാൽ തന്നെ അവർ അന്ത്യനാളിൽ മുഖം കുത്തി വീണവരായിക്കൊണ്ട് വലിച്ചേക്കപ്പെട്ടു വരുമ്പോ അവര് അന്ധരും സംസാരശേഷിയില്ലാത്തവരും ബധിരരുമായിരിക്കും എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അവരുടെ മടക്ക ഗേഹം ജഹന്നമായിരിക്കും. അതിന്റെ അഗ്നി നിരന്തരം ആളിക്കത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നൊക്കെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അങ്ങനെയുള്ള അവസ്ഥ അവർ നേരിടേണ്ടി വരുന്നതിന്റെ കാരണവും വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റെ ആയാത്തുകളെ വേണ്ട വിധത്തിൽ ഗൗനിക്കാതെ അതിനെ വളരെ ശുദ്ധമായ പ്രകൃതത്തോടു കൂടി സമീപിക്കുകയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിന് പകരം
അതിനെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന് ഇവരെ പോലെയുള്ളവയെ സൃഷ്ടിക്കുന്നതോ പുനഃസൃഷ്ടിക്കുന്നതോ ആണോ ഒരു വെല്ലുവിളി എന്നാണ് തുടർന്ന് ചോദിക്കപ്പെടുന്നത്. ഇതിനെ തുടർന്നാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ച ഈ ആയത്ത് അതിലെ ആശയം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്തിന്റെ തുടക്കം. പ്രവാചകരെ പറയുക, അവരോട് പറയുക, ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, നിങ്ങളെങ്ങാനും എന്റെ റബ്ബിന്റെ, എന്റെ നാഥന്റെ അനുഗ്രഹങ്ങളുടെ ഖജനാവുകൾ ഉടമപ്പെടുത്തിയവരായിരുന്നുവെങ്കിൽ, അതിന്റെ കൈകാര്യകർത്താക്കൾ നിങ്ങളായിരുന്നുവെങ്കിൽ, എന്റെ നാഥന്റെ അനുഗ്രഹങ്ങളുടെ ഖജനാവുകൾ, ഖസാന, ഖസാന എന്നുള്ളത് അറബി വാക്കുന്നാണ്. ഈ അറബി വാക്കുന്നാണ് മലയാളത്തിലെ ഖജനാവും ഖജാനയും ഒക്കെ വന്നിട്ടുള്ളത്. ഖസാന അതിന്റെ ബഹുവചനാണ് ഇവിടെ ഖസാഇൻ. അപ്പോ നിങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരോ അതിന്റെ കൈകാര്യകർത്താക്കളോ അതിന്റെ ഉടമസ്ഥരോ ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇതൻ അംസക്തും, എങ്കിലും നിങ്ങൾ അതൊക്കെ കെട്ടിപ്പൂട്ടി വെക്കുമായിരുന്നു. അംസക്തും, നിങ്ങൾ അത് ഇംസാക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. നിങ്ങളത് അടക്കിപ്പിടിച്ചങ്ങനെ നിൽക്കുമായിരുന്നു, ആർക്കും ഒന്നും കൊടുക്കാതെ. ഖശിയത്തൽ ഇൻഫാഖ്, ചെലവായി പോകും, തീർന്നു പോകും, ചെലവഴിച്ച് തീർന്നു പോകും എന്ന് കരുതിയിട്ട്, എന്ന് ഭയപ്പെട്ടിട്ട് അതിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കാതെ നിങ്ങൾ അങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുമായിരുന്നു. വകാനൽ ഇൻസാനു ഖതൂറ, നിശ്ചയമായിട്ടും മനുഷ്യൻ അങ്ങേയറ്റത്തെ ലുബ്ധൻ തന്നെയാണ്. മനുഷ്യൻ അങ്ങേയറ്റത്തെ പിശുക്ക് കാണിക്കുന്നവനാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. മനുഷ്യ പ്രകൃതത്തെയാണ് അള്ളാഹുവിടെ വരച്ച് കാണിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥത, അള്ളാഹുവിന്റെ ഖജനാവുകളുടെ നിയന്ത്രണം, അതിന്റെ കൈകാര്യകർത്തൃത്വം, അത് അള്ളാഹു ഒരു മനുഷ്യനും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഭൂമിയിൽ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും മനുഷ്യന് അവസരമുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ, അള്ളാഹു അവന്റെ ഖജനാവുകളുടെ കൈകാര്യകർത്തൃത്വം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എങ്ങാനും ഇവരെ ആരെയെങ്കിലുമാണ് അള്ളാഹു തന്റെ അനുഗ്രഹങ്ങളുടെ, തന്റെ വിഭവങ്ങളുടെ ഖജനാവുകള് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ, ഈ മഹാപിശുക്കന്മാര് അത് കെട്ടിപ്പൂട്ടി അങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു. അതിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കാതെ, അത് ചെലവഴിച്ച് തീർന്നു പോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആർക്കും ഒന്നും കൊടുക്കാതെ ഇവരെങ്ങനെ നിൽക്കുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. വകാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യൻ അവന്റെ പ്രകൃതം തന്നെ പിശുക്ക് ഉള്ളതാണ്, ലുബ്ധ് കാണിക്കുന്ന വിധത്തിലാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. പ്രത്യക്ഷത്തില് നമ്മള് മുകളിൽ പറഞ്ഞു വന്ന വിഷയങ്ങളുമായി ബന്ധമുള്ളതല്ല എന്ന് തോന്നാനിടയുള്ള ഒരായത്താണത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രത്യേക കോണ്ടെക്സ്റ്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, എന്തിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നപ്പോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ കാര്യത്തെ നിഷേധിക്കാൻ അവർക്ക് എന്ത് ന്യായമാണ് ഉണ്ടായിരുന്നത് എന്നത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അടിസ്ഥാനപരമായി അവര് തങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടില്ല, ഈ മുഹമ്മദിനെയാണല്ലോ അള്ളാഹു ദിവ്യ സന്ദേശവുമായിട്ട് കടന്നു വരാൻ നിയോഗിച്ചത്, മുഹമ്മദിനേക്കാൾ പലതുകൊണ്ടും ഞങ്ങളൊക്കെ ആയിരുന്നില്ലേ യോഗ്യർ എന്ന ഒരു
വിചാരമാണ് അവരെ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ അംഗീകരിക്കാതിരിക്കാനുള്ള പ്രേരണയായിട്ട് അവർക്കുണ്ടായിരുന്നത്. മനുഷ്യന്റെ പൊതു പ്രകൃതം തന്നെ അങ്ങനെയാണ്. തങ്ങളുടെ കാലഘട്ടത്തിലെ മറ്റാർക്കെങ്കിലും തങ്ങളെക്കാൾ ഔന്നത്യമോ ശ്രേഷ്ഠതയോ അനുഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വല്ലാത്ത അസൂയയും പകയും ഒക്കെയാണ് മനുഷ്യൻ. ഉദ്യോഗത്തില് തങ്ങളെക്കാൾ ഉയർന്നു പോകുന്നത് സഹിക്കാൻ പറ്റൂല ആളുകൾക്ക്. സാമ്പത്തിക ശേഷിയിൽ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവര് തങ്ങളെക്കാളൊക്കെ ഉയർന്നങ്ങനെ പോകുന്നത്, അവർക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാവുന്നത് കാണുമ്പോൾ മനുഷ്യനത് ഭയങ്കര അസഹ്യമായിട്ട് തോന്നുകയാണ്. മനുഷ്യനിൽ ശക്തമായ അസൂയ ഉടലെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആളുകൾക്കിടയിലുള്ള പ്രസിദ്ധിയും അതുപോലെ തന്നെ പേരും പെരുമയും ഒക്കെ മറ്റുള്ളവർക്ക്, നമ്മുടെ സമകാലികരായ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർക്ക് കൂടുതലായിട്ടുണ്ടായി വരുമ്പോ നമുക്ക് വല്ലാത്ത അസൂയയും അത് ഉൾക്കൊള്ളാൻ കഴിയായികയും അത് വകവെച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രകൃതം മനുഷ്യനുണ്ട് എന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചാൽ തന്നെ ബോധ്യപ്പെടും. ഇവിടെ തങ്ങളുടെ കൂടെ 10-40 വർഷം ജീവിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ തന്നെ നാട്ടുകാരനും കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വിശിഷ്ടമായ ഒരു അനുഗ്രഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം മനുഷ്യ രാശിക്കൊന്നാകെയായിട്ട് തന്നെ മാർഗദർശിയായി നിയോഗിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അള്ളാഹുവിന്റെ ദൂതനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് അവരുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും തെരഞ്ഞെടുക്കാമായിരുന്നുവെങ്കിൽ അത് മുഹമ്മദ് നബിയെ തന്നെ ആയിരിക്കും എന്നത് അവർക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതിനുള്ള യോഗ്യതയും അതിനു വേണ്ട ഗുണങ്ങളും ഒക്കെ അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നത് എന്നതും അവർക്കറിയാം. പക്ഷെ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനുമുള്ള സന്നദ്ധത ഇല്ലായ്കയാണ് അവരുടെ മുന്നിൽ, അല്ലെങ്കിൽ അവര് നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി യഥാർത്ഥത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഖജനാവിലെ അള്ളാഹു മറ്റുള്ളവർക്കായിട്ട് നൽകുന്ന അവന്റെ ഔദാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ഔദാര്യമാണ് ഈ റിസാലത്ത് എന്നത്. അള്ളാഹുവിന്റെ ദൂതനാവാൻ പറ്റുക എന്നത് അതൊരാൾക്കും സ്വയം തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അള്ളാഹു സ്വന്തം ഇച്ഛപ്രകാരം തെരഞ്ഞെടുത്ത ഒരാളെ അനുഗ്രഹിക്കുകയാണ് ആ ഒരു സംഗതിക്ക് വേണ്ടി. മക്കയിലെ ആളുകളുടെ പ്രതികരണങ്ങളിൽ ഈ ഒരു നിലപാട് നിരന്തരം പ്രതിഫലിച്ചു കൊണ്ടിരുന്നതാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ഈ അനാഥബാലനായി ജീവിച്ച ദരിദ്രനായ ഈ മനുഷ്യൻ ഇയാളെയാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നാട്ടിലെ പ്രമാണിമാരും തറവാട്ട് മൂപ്പന്മാരും കാരണവന്മാരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഞങ്ങളൊക്കെയാണല്ലോ ഇവിടെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നതൊക്കെ. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങളാണല്ലോ അതിനൊക്കെ വേണ്ട പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന, നേതൃപരമായ റോളിൽ ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെയാണല്ലോ എന്നതാണ് അവരുടെ മനോഗതം. ആ നിലക്കാണ് അവര് പ്രതികരിക്കേണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു നമ്മൾ ഇന്ന് വായിച്ച ആയത്ത്, അതിലടങ്ങിയിട്ടുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, എന്റെ റബ്ബിന്റെ, എന്റെ നാഥന്റെ നിധിശേഖരങ്ങൾ, എന്റെ നാഥന്റെ ഖജനാവുകൾ, അതിന്റെ ഉടമസ്ഥത ഇവർക്കായിരുന്നെങ്കിൽ, ഇവരാണ് അത് കൈകാര്യം ചെയ്തിരുന്ന ആ ഖജനാവുകളുടെ മാലിക് എങ്കിൽ, ഇതെല്ലാം അംസക്തും, അവരത് പിടിച്ചു വെക്കുമായിരുന്നു. അള്ളാഹുവിന്റെ ഖജനാവിലെ വിഭവങ്ങൾ, അതിലെ മൂല്യവത്തായ പലതും, അവന്റെ അനുഗ്രഹങ്ങൾ, അത് അള്ളാഹു പലർക്കുമായി നൽകാൻ
ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ എങ്ങാനും ഈ കൂട്ടരെ എങ്ങാനും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുമായിരുന്നു, പിശുക്ക് കാരണമായിട്ട്. ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നവും ഈ ലുബ്ധ് തന്നെയാണ്. ഹൃദയ വിശാലത ഉള്ളവർക്ക് മാത്രമേ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പ്രത്യേകമായി അനുഗ്രഹീതമായി ഉയർന്നു വരുന്നത് കാണുമ്പോൾ അതില് ആഹ്ലാദിക്കുവാനും അദ്ദേഹത്തെ അനുമോദിക്കുവാനും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മാർഗം ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന മുറക്ക് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും ഒക്കെയുള്ള സന്നദ്ധത ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത ആളുകള് അസൂയയും പകയും ഒക്കെ ആയിട്ട് അവരുടെ മനസ്സിന്റെ ഇടുക്കവും ലുബ്ധും പിശുക്കും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോ ലവ് അൻതും ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഫുൽ പ്രവാചകരെ അവരോടായിട്ട് ഇങ്ങനെ പറയുക, ലവ് അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, എന്റെ റബ്ബിന്റെ, എന്റെ നാഥന്റെ അനുഗ്രഹങ്ങളുടെ, റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ ഒക്കെ ഖജനാവുകള് നിങ്ങളുടെ ഉടമസ്ഥതയിലും നിങ്ങളുടെ കൈകാര്യകർത്തൃത്വത്തിലും നിയന്ത്രണത്തിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇതെല്ലാം അംസക്തും നിങ്ങൾ അത് ആർക്കും വിട്ടുകൊടുക്കാതെ അങ്ങനെ പിടിച്ചു വെക്കുമായിരുന്നു. ഖശിയത്തൽ ഇൻഫാഖ്, അത് ചെലവഴിച്ച് തീർന്നു പോവും, കൊടുത്തു തീർന്നു പോവും എന്ന ഭയത്തോടെ. വകാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യൻ നിശ്ചയമായിട്ടും അങ്ങേയറ്റത്തെ പിശുക്കൻ തന്നെയാണ്. ഭയങ്കരമായ സ്റ്റിഞ്ചി ആയിട്ടുള്ള സ്വഭാവം കാണിക്കുന്നവനാണ് മനുഷ്യൻ. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അള്ളാഹുവിന്റെ റഹ്മത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഫദ്ല് ഒക്കെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അങ്ങനെ ഒരു ഫദ്ല് നൽകിയിരിക്കുകയാണ്, അങ്ങനെ ഒരു റഹ്മത്തിനായിട്ട് അള്ളാഹ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് അവരുടെ പിശുക്കിന്റെ മനസ്ഥിതി കാരണമായിട്ടാണ് എന്നാണ് ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ ഹൃദയവിശാലതയോടുകൂടി അതിനെ സമീപിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം അവരുടെ ഈ പിശുക്കിന്റെ പ്രകൃതം കാരണമായിട്ടാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ഔദാര്യം, ഇതൊന്നും അള്ളാഹു നിങ്ങളെയോ വേറെ ആരെയെങ്കിലുമോ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ സ്പേസ് ഉള്ള ഒരു കാര്യത്തിൽ പോലും നിങ്ങൾ ഹൃദയവിശാലത കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത. കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഈ അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന മനുഷ്യൻ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഹൃദയവിശാലത കാണിക്കാൻ പറ്റുന്നില്ല. മനുഷ്യന്റെ ലുബ്ധിന്റെ പ്രകൃതമാണ് നിങ്ങളിൽ നിന്ന് പ്രകടമാവുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ഈ ആയത്തിന്റെ ഈ ആയത്ത് കൂടി വരുന്നതോടുകൂടി തൊട്ട് മുകളിൽ ഇതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന മനുഷ്യന്റെ മരണാനന്തരമുള്ള പുനരുത്ഥാനവും അതുപോലെയുള്ള വിഷയങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയത്തിലേക്ക് അത് ഈ സൂറത്തിന്റെ ഫോക്കസ് നീങ്ങുകയാണ് അടുത്ത ആയത്ത് മുതൽ. അതുകൊണ്ട് തുടർന്നുള്ള ആയത്തുകൾ ഞാൻ ഇന്നത്തെ സെഷന്റെ ഭാഗമായിട്ട് വിവരിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഈ തുടർന്നുള്ള ആയത്തുകൾക്ക് ഇതുവരെ വന്ന ആയത്തുകളുമായിട്ടൊരു കണക്ഷനൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരും. പക്ഷെ അത് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ്. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിലേക്ക് ഞാൻ ഇന്ന് കടക്കുന്നില്ല. നമ്മള് ഈ സൂറത്തുൽ ഇസ്രായിലെ 100-ാമത്തെ ആയത്താണ് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുമ്പിൽ വന്ന ആയത്തുകളുടെ അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങളുടെ ഒരു കംപ്ലീഷൻ, ഒരു
ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു വൈൻഡിങ് അപ്പ് ആയിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.